ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ഫൺ ഫാക്ടറി. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് PDF ഗിയർ എന്ന ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ എന്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റ്സ് അത് കാണാനും എഡിറ്റ് ചെയ്യാനും അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ അഡിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും PDF കൺവേർട്ട് ചെയ്ത് എക്സലോ വേർഡോ അങ്ങനെയുള്ള ഡോക്യുമെന്റുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് സഹായിക്കുക. ഇതാണ് ഇവിടെ വെബ്സൈറ്റ്. ഇത് വിൻഡോസിന് അവൈലബിൾ ആണ്, മാക് OSനും ഐപാഡിനും ഒക്കെ അവൈലബിൾ ആണ്, ഐഫോൺസിന് ഉണ്ടാവും, ആൻഡ്രോയിഡിന് ഉണ്ടാവും. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതിന്റെ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അഡ്വർടൈസ്മെന്റ്സ് ഒന്നുമില്ല. ഇതിൽ AI ഹെൽപ്പ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിലുണ്ട്. നോക്കൂ, എഡിറ്റ് ചെയ്യാൻ പറ്റും PDF, നമുക്ക് PDF കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിനകത്ത് നമുക്ക് അനോട്ടേഷൻസ് കൊടുക്കാൻ പറ്റും, നോട്ട്സ് ഒക്കെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും, പിന്നെ നമുക്ക് PDF കൺവേർട്ട് ചെയ്യാൻ പറ്റും, പല അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടെക്സ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്തുനിന്ന്. ഓക്കെ, പിന്നെ നമുക്ക് സൈസ് കൂടിയ PDF എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ 2-3 PDF മെർജ് ചെയ്യാൻ പറ്റും, നമുക്ക് PDF ഡോക്യുമെന്റിന്റെ ഓരോ പേജുകൾ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം ഈ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കും. ഇതിന്ന് ഫ്രീ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ബേസിക്സ്, എഡിറ്റിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ ഇതിന്റെ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം കാണുന്ന ഇന്റർഫേസ് ഇതാണ്. ഓക്കെ, ഹോട്ട് ടൂൾസ് എന്ന് പറഞ്ഞതിനകത്തുണ്ട്. ഇതിനകത്ത് PDF ടു വേർഡ് കൺവേർഷൻ കൊടുത്തിട്ടുണ്ട്, PDF ടു PNG, കംപ്രസ് PDF, മെർജ് PDF, വേർഡ് ടു PDF, ഇമേജ് ടു PDF. ഓക്കെ, ഫിൽ ഫോംസ്, സ്പ്ലിറ്റ് PDF ഓപ്ഷൻ ഉണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ നോക്കൂ, കൺവേർട്ട് ഫ്രം PDF എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. PDF നിന്ന് വേർഡിലേക്ക്, PDF നിന്ന് എക്സലിലേക്ക്, PDF നിന്ന് PNG ഫോർമാറ്റിലോട്ട്, PDF നിന്ന് JPEG ഫോർമാറ്റ്, PDF ടു ടെക്സ്റ്റ് ഫയൽസ്, PDF ടു PPT, PDF ടു XML ഫയൽസ്, PDF ടു RTF ഫയൽസ്. കൺവേർട്ട് ടു PDF ഓപ്ഷൻ ഉണ്ട്. അതായത് വേർഡിനെ എക്സലിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആക്കി മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ മെർജ് PDF, സ്പ്ലിറ്റ് PDF. ഒരു PDFിൽ 2 PDFകൾ നമുക്ക് മെർജ് ചെയ്യാനും ഒരു PDFന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൂൾസിന്റെയും ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഓൾ ടൂൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു PDF ഇട്ടിട്ടുണ്ട്. അതിന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാൻ പറ്റും ഇതിനകത്തോട്ട്. സോ അപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഇന്റർഫേസ് നോക്കൂ. ഇവിടെ ഓപ്പൺ ഓപ്ഷൻ കിടപ്പുണ്ട്, നമുക്ക് വേറെ ഫയലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സേവ് ഓപ്ഷൻ ഉണ്ട്, സേവ് ആസ് ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ടൂള്, ഹാൻഡ് ടൂള്, പ്രിന്റ് ഓപ്ഷൻ, സൈസ്, പിന്നെ ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് ഇത് വേണ്ടതെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്. സിംഗിൾ നമുക്കറിയാം ഇപ്പൊ കാണുന്നത്, ഡബിൾ ഇങ്ങനെ. കണ്ടിന്യൂസ് ഓപ്ഷൻ കിടപ്പുണ്ട്, ഓട്ടോ സ്ക്രോൾ ഓപ്ഷൻ കിടപ്പുണ്ട്. ഈ ഫീച്ചറിനകത്ത് നമുക്കിപ്പോൾ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഈ ഓട്ടോ സ്ക്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് PDF ഇങ്ങനെ സ്ക്രോൾ ആവും. നമുക്കിതിന്റെ ടൈം, അതായത് സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 2 സ്പീഡിലാണ് വേണ്ടെങ്കിൽ ഓക്കെ, 3 ആണെങ്കിൽ ഓക്കെ, 4. ഇനി നമുക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് റിവേഴ്സ് ഇങ്ങനെ പോകും. പിന്നെ സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പേപ്പറേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഇതിനകത്ത്. ഏത് ഏരിയയാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ക്യാൻസലും ഡണ്ണും ഓപ്ഷൻ ഉണ്ട്. ഡൺ കൊടുത്താൽ ഇത്രയും സ്ക്രീൻഷോട്ടായിട്ട് മാറിയിട്ടുണ്ട്. നോക്കൂ, ഈ എടുത്ത ഫോർമാറ്റാണ് കേട്ടോ. ഇത് നമുക്ക് കോപ്പി ചെയ്യാം,
ഇത് ചെറുതാക്കാം, വലുതാക്കാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. OCR ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫൈൻഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കീവേഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ അപ്ലോഡ്, ഇതാ ഇവിടുത്തെ അപ്ലോഡ് ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതാണ്. മാച്ച് ഓൾ വേർഡ്സ് കൊടുക്കാം. ഓക്കെ. പിന്നെ കമന്റ് ഓപ്ഷൻ, കമന്റിന്റെ ഇതിനകത്ത് സെക്ഷനകത്ത് നമുക്ക് ഹൈലൈറ്റർ ഉണ്ട്. ഹൈലൈറ്റ് ദിസ്. ഓക്കെ, ഹൈലൈറ്റർ ഉണ്ട്. ഇനി അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഗ്രീൻ ആണ് ആവശ്യമെങ്കിൽ ഓക്കെ, ഗ്രീൻ. ഓക്കെ. സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ ഉണ്ട്, വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഏരിയ ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്ര ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ഇങ്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്കിതിനകത്ത് എഴുതാൻ, വരയ്ക്കാം ഒക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വരയ്ക്കാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റണം. ഓക്കെ. ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഓക്കെ. അതിൽ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ഓപ്ഷനൊക്കെ ഉണ്ട്, ബോർഡർ കളർ കൊടുക്കാൻ പറ്റും. പിന്നെ എഡിറ്റ് ഓപ്ഷനകത്ത് ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും, എല്ലാ കണ്ടന്റും ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, ഇങ്ങനെ ബോക്സിനകത്തായി കാണിക്കും. സോ ഇപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അത് എഡിറ്റ് ചെയ്ത് യു എന്നുള്ളത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എക്സിറ്റ് എഡിറ്റിംഗ് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സാധനം പോയി ഇവിടുന്ന്, യു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നത് പോയി. പിന്നെ ഫോമിനകത്ത് നമുക്ക് ഇതിനകത്ത് സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു സിഗ്നേച്ചറാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചോ, ഇവിടെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെടുക്കുക, അത് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് സിഗ്നേച്ചർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ മൗസ് ഉപയോഗിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പെൻ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിഗ്നേച്ചറോട് വരയ്ക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വെച്ചു, ആ ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറേ ഫോർമാറ്റിൽ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പേജ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്ര പേജ് ഉണ്ടെന്നൊക്കെ ഇത് കാണിച്ചു തരും. ഓക്കെ, ഇനി ടൂൾസ് എടുക്കാം. ടൂൾസിനകത്ത് നമുക്ക് കൺവേർട്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. ഈ PDF-ന് നമുക്ക് എക്സല്, വേർഡ്, PPT, PNG ഓപ്ഷൻസ് എല്ലാം കൺവേർട്ട് ചെയ്യാനുണ്ട് ഓപ്ഷൻ. പിന്നെ ഇതിപ്പോൾ വേർഡ് ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ വേർഡിനെ PDF ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്തതിനു ശേഷം ചെയ്യാൻ പറ്റും. നമുക്കിത് കംപ്രസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കംപ്രസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് 139.8 KB ഉള്ളൂ. ഓക്കെ, ഇതിനെ മീഡിയം കംപ്രഷൻ ചെയ്യാൻ പറ്റും, ഹൈ ചെയ്യാൻ പറ്റും, ലോ ചെയ്യാൻ പറ്റും. ഹൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതായിട്ട് കംപ്രസ് ആയി കിട്ടും. ഇപ്പം ഞാൻ മീഡിയം ആണ് കൊടുക്കുന്നത് വെച്ചോ.
ഓക്കെ, മീഡിയം കംപ്രഷനാണ് കൊടുക്കുന്നത്. ഇത് കംപ്രസ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സേവ് ആയി കിട്ടും. ഓക്കെ, അത് 139.8 KB എന്നുള്ളത് മാറിയിട്ട് 66.39 KB കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതിവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഫോൾഡർ ഓപ്പൺ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ചാറ്റ് ഓപ്ഷൻസിനകത്ത് ഈ കോപ്പൈലറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടാവുന്നത് ഇതെടുത്താൽ മതി. ചാറ്റിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ വലിയ PDF ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് PDF സമ്മറൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേറ്റ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൺവേർട്ട് PDF ടു വേർഡ് ഫോർമാറ്റ് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്തു തരും. പിന്നെ സമ്മറൈസ് ആണ് കൊടുത്തത്. സമ്മറൈസ് കൊടുത്തപ്പോഴത്തേക്കും സംഭവിച്ചെന്ന് വെച്ചാൽ ഈ PDF-ന്റെ കണ്ടന്റ് അനലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് കാണിക്കുകയാണ്. ദിസ് PDF ഫയൽ ഇസ് എൻ ഇൻട്രൊഡക്ഷൻ ടു സ്മോൾ PDF, എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേർ യൂസേഴ്സ് കൻ അപ്ലോഡ് ആൻഡ് ഓർഗനൈസ് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് വെച്ചിട്ട് അത് ചെയ്തു തരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസും അത് ഫോം ചെയ്ത് തരും. വാട്ട് കൈൻഡ്സ് ഓഫ് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ക്യാൻ ഐ അപ്ലോഡ് ടു സ്മോൾ PDF എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ആൻസറും അതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് തരും. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നോക്കുക. ഇവരിത് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഭാവിയിൽ ഇവർ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന് പ്രീമിയം വേർഷനായിട്ട് ചിലപ്പോൾ ഇറക്കുമായിരിക്കും. അത് കൺഫേം അല്ല. പക്ഷേ നിലവിൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ എന്തായാലും നമ്മൾ ഓഫീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.